കപ്ലൻസ് ബൈ ധന. ഇന്ന് ഗുരുവായൂർ മഞ്ജുലാലിലെ പുതിയ വെങ്കല പ്രതിമയുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നേക്കാണ്. അപ്പോൾ മറ്റു വിശേഷങ്ങളൊക്കെ കണ്ടു നോക്കൂ. ഗുരുവായൂർ കിഴക്കേ നടയിലൂടെ പോകുമ്പോൾ നമ്മുടെ ശ്രദ്ധ ആദ്യം ആകർഷിക്കുന്നത് മഞ്ജുലാൽ തറയിലും അതുപോലെ തന്നെ അവിടെയുള്ള ഗരുഡ രൂപത്തിലുമാണ് അല്ലേ. അവിടെ ആദ്യം ഉണ്ടായിരുന്ന ഗരുഡ രൂപം കോൺക്രീറ്റിൽ തീർത്തതായിരുന്നു. 73 വർഷത്തിലേറെയായി ആ ഒരു രൂപം സ്ഥാപിച്ചിട്ട്. ഇപ്പോൾ അത് മാറ്റി പുതുതായി സ്ഥാപിച്ച വെങ്കലത്തിൽ തീർത്ത ഗരുഡ പ്രതിമയുടെയും നവീകരിച്ച മഞ്ജുലാൽ തറയുടെയും സമർപ്പണ ചടങ്ങാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആലിന് മഞ്ജുളാൽ എന്ന് പേര് വന്നതിന് പുറകിലൊരു ഐതിഹ്യമുണ്ട്. എന്താണെന്നറിയോ? ഗുരുവായൂരപ്പന്റെ ഭക്തയായ മഞ്ജുള എന്നൊരു വാരസ്യാർ പെൺകുട്ടി ഉണ്ടായിരുന്നു. ദിവസവും കണ്ണന് സന്ധ്യയ്ക്ക് മാല കെട്ടിക്കൊണ്ട് വരുമായിരുന്നു അവള്. ഒരു ദിവസം ഒരു കാലിച്ചക്കന്റെ ഒപ്പം നിൽക്കുന്നത് കണ്ടു എന്ന അപരാധം അവളിൽ ചുമത്തി ക്ഷേത്രം കാവൽക്കാർ അവളെ അകത്ത് കയറ്റി വിട്ടില്ല. ഹാരം അണിയിക്കാൻ കഴിയാതെ കരയുന്ന മഞ്ജുളയെ കണ്ട പൂന്താനം കാര്യം എന്താണ് എന്ന് അന്വേഷിച്ചു. കുറച്ചു ദൂരെയുള്ള ആൽ കാണിച്ച് ആ ആലിന്റെ ചുവട്ടിൽ ഉള്ള കല്ലിൽ ഭഗവാൻ ഉണ്ട് എന്ന് കരുതി മാല ചാർത്തിക്കൊള്ളാൻ അവളോട് പറഞ്ഞു. ആ കല്ലിനെ കരഞ്ഞു പ്രാർത്ഥിച്ച് അവൾ മാല ചാർത്തി. പിന്നീട് അവൾ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം നിർമാല്യത്തിന് മേൽശാന്തി എത്തി ഹാരങ്ങൾ ഓരോന്നായിട്ട് ഭഗവാന്റെ പക്കൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഹാരം അവർ ചാർത്താത്ത ഒരു ഹാരം കണ്ടു. അത് മാറ്റാനായിട്ടും സാധിക്കുന്നില്ല. ആ സമയം ദർശനത്തിനെത്തിയ പൂന്താനം അവിടെ ഉണ്ടായിരുന്നവരോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. അതായത് മഞ്ജുള തലേന്ന് ആൽച്ചുവട്ടിൽ സമർപ്പിച്ച ഹാരമാണ് ഗുരുവായൂരപ്പന്റെ പക്കലുള്ളത് എന്നും മഞ്ജുളക്കൊപ്പം കണ്ടത് കാലിപ്പയ്യനായിരുന്നില്ല, സാക്ഷാൽ ഗുരുവായൂരപ്പനായിരുന്നു എന്നതും അതുകൊണ്ട് തന്നെ മഞ്ജുളയോട് ചെയ്ത തെറ്റിന് ക്ഷമ ചോദിച്ച് തിരികെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ ഹാരം മാറ്റാനായിട്ട് സാധിക്കൂ എന്നും പറഞ്ഞു. അതനുസരിച്ച് അവർ തിരികെ മഞ്ജുളയെ കൊണ്ടുവന്നു. മഞ്ജുള വന്ന് ഗുരുവായൂരപ്പ ഹാരം തരൂ എന്ന് പറഞ്ഞപ്പോൾ ഹാരം തനിയെ വീണു എന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പൻ മഞ്ജുളയുടെ ഹാരം സ്വീകരിച്ച അന്ന് മുതലാണ് ഈ ഒരു ആലിന് മഞ്ജുളാൽ എന്ന് പേര് വന്നത് എന്നതാണ് ഐതിഹ്യം. ഈ ഒരു പരിസരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അവിടെ പോയവർക്ക് അറിയാനായിട്ട് സാധിക്കും. മഞ്ജുളാൽ തറ തന്നിൽ വസിക്കുന്ന പഞ്ചലോചന ദാസൻ ദിനകരൻ നന്ദനൻ കൃത്തിൽ വാണിടുവാൻ സദാ വന്ദനം ചെയ്തു സ്തുതിച്ചിടാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അങ്ങനെ വിവിധ പരിപാടികളോടുകൂടി ഉദ്ഘാടന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മുഖ്യാതിഥികളും മറ്റു ക്ഷേത്ര ഭാരവാഹികളും ഭദ്രദീപം തെളിയിച്ചു, പ്രസംഗിച്ചു. പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായ വേണു കുന്നപ്പള്ളിയാണ് ഈ ഒരു വെങ്കല പ്രതിമ സമർപ്പിച്ചത്. 2018 മാളികപ്പുറം, മാമാങ്കം, രേഖാചിത്രം തുടങ്ങി ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ചലച്ചിത്ര നിർമ്മാതാവാണ് അദ്ദേഹം. ഈ ഒരു മഞ്ജുളാൽ പരിസരം ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, മനോഹരമായിട്ടിരിക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു, കണ്ടു, ആസ്വദിച്ചു. പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുരുവായൂരത്തെ ഒട്ടുമിക്ക വിശേഷങ്ങളും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.